കോവല തെണ്ടി നടക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം. പറഞ്ഞു കേട്ടോ. റോസ്കൽ രാത്രി നീ ഇന്നലെ കക്കാൻ പോകുന്നുണ്ടോ? വണ്ടിയെ കയറിയ ഉടനെ തുടങ്ങും ഉറക്കം. അല്ലാതെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നിന്നെയൊക്കെ ഡ്രൈവറായിട്ട് വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം തല്ലാൻ. പേര് ഡ്രൈവർ എന്നാണെങ്കിലും ജോലി മറ്റു വല്ലതും അല്ലേ? ബുദ്ധിമുട്ടാണെ പോയിക്കോടാ. നിന്നേക്കാളും ബുദ്ധിയും കഴിവുള്ള പിള്ളേരെ എനിക്ക് വേറെ കിട്ടും. എന്റെ പൊന്ന് സാറേ, സാർ രാവിലെ ഉടക്കാൻ നിൽക്കാൻ പോയുള്ള ജോലി നോക്കിയാട്ടെ. അല്ലെങ്കിൽ തന്നെ വിഷുവിനും സംക്രാന്തിക്കും ഒക്കെ ഓഫീസിൽ വരവ്. മതി നിർത്ത്. തോളിൽ നിന്ന് ചെവി തിന്നോ, പക്ഷെ തല മുഴുവനോടെ തിന്നല്ലേ കേട്ടോ. ഗുഡ് മോർണിംഗ് സർ. 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 ഗുഡ് മോർണിംഗ്. ആ ഫയൽ എടുത്ത് വെച്ചോ. ഏത് ഫയലാ സർ? മറന്നുപോയോ? ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒന്ന് ഓർത്ത് നോക്കിയേ. എന്താ ഇത്ര മറവി? ഇന്നെനിക്കത് കാണണം. ആ ഗോവല, ചെറിയ പണി. എന്താ? നമുക്ക് മറ്റേ പാർട്ടി ഒന്ന് കാണണ്ടേ? ഏത് പാർട്ടി? രേവതി. വേറെ ആളെ നോക്ക്, എനിക്ക് പറ്റില്ല. നീ കുറച്ചേരം കാറി കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പോയാൽ മതിയാ. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അതെന്റെ ജോലിയല്ല. ഗോവല ഏത് ഫയലിന്റെ കാര്യം സാറ് പറഞ്ഞത്? ഓർമ്മ കിട്ടുന്നില്ല മേരി. ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. മേരി പുതിയ ആളായതുകൊണ്ടാ ഓർമ്മ കിട്ടാത്തത്. കിട്ടിക്കോളും. യെസ് കം ഇൻ. ഇതെന്താ? ഒക്കെ സൈൻ ചെയ്തിട്ടങ്ങ് പോവും. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഓഫീസിൽ വന്നെങ്കിൽ ഇത്രയും പെൻഡിങ് വരില്ലായിരുന്നു. ഞാൻ ശ്രമിക്കാന്നിട്ടല്ല ഡേവിഡേ, ജോലി തിരക്കല്ലേ. ഓഫീസിലെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. വീട്ടിലാണെങ്കിൽ 100 കൂട്ടം പ്രശ്നങ്ങളാ. അറിയാം. ഇവിടെ ഇപ്പൊ ഡേവിഡിന് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അതെ അതെ. മേ ഐ കം ഇൻ സർ? യെസ് പ്ലീസ്. സാർ, ആ ഫയൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഡേവിഡ് പോയിക്കോളൂ. അർജന്റായ പല മാറ്റേഴ്സ് ഉണ്ട് അതിൽ. അതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നേ. മേരി വേണ്ട സാർ, ഞാൻ നിന്നോളാം. ജോലി ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല സാർ. അധികം വർക്ക് റോസ്മേരിക്ക് തരരുതെന്ന് ഞാൻ ഡേവിഡിനോട് പറഞ്ഞിരുന്നു. ഈ സുന്ദരികളായ പെൺകുട്ടികൾ ഓവറായിട്ട് ജോലി ചെയ്താൽ അത് അവരുടെ സൗന്ദര്യത്തെ ബാധിക്കും. അതുകൊണ്ടല്ലേ പണ്ട് കാലത്ത് പെണ്ണുങ്ങൾ ജോലിയൊന്നും ചെയ്യാറുന്നത്. നൃത്തം, സംഗീതം, അതുപോലെയുള്ള സുകുമാര കലകളിൽ ഏർപ്പെട്ട് അങ്ങനെ കഴിയുക. ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന പുരുഷന്മാരെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ശരീരം കൊണ്ടും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ പ്രധാന ജോലി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൗന്ദര്യത്തിന് വലിയ സ്ഥാനമുണ്ട്. വിരസമായിരിക്കുന്ന സമയത്ത് ഒരു നല്ല പാട്ട് കേൾക്കുക, വിടർന്ന ഒരു പൂവ് കാണുക, മേരിയെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുക, ഇതൊക്കെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കും. സാർ, ആ ഫയൽ ഏതാണെന്ന് ഓർമ്മിപ്പിച്ചാ? എന്താ എന്റെ സംസാരം ബോറടിപ്പിച്ചോ? അയ്യോ, അതല്ല സാർ. നമുക്ക് അങ്ങോട്ടിരിക്കാം. ഞാൻ സ്ത്രീകളോട് പൊതുവെ അധികം സംസാരിക്കാറില്ല. മേരിയെ കാണുമ്പോ എന്തോ സംസാരിക്കാനൊരു രസം. മേരിക്കറിയോ, ഈ ഫയലുകൾക്കിടയിലും ചായത്തോട്ടത്തിലും ഒന്നും വന്നുപെടേണ്ട ആളല്ല ഞാൻ. 10-30 വർഷം ജീവിച്ചു. എന്ത് നേടിയെന്ന് ചോദിച്ചാ ഒന്നുമില്ല. പിന്നെ കുറെ പണം, അതിലെന്ത് കാര്യം? നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്ത്, ഓർമ്മിക്കാൻ ഒരു പെൺകുട്ടി, ഒക്കെ വെറും സ്വപ്നങ്ങളാണ്. ജീവിതം വല്ലാതെ മടുപ്പ് തോന്നുന്നു. മേരിയെ കാണുമ്പോ എന്തോ ഒരു ആശ്വാസം. എന്താടാ? മറ്റേ പാർട്ടിയെ കാണണ്ടേ? ഏത് പാർട്ടി? കുറച്ചു മുമ്പ് പറഞ്ഞോ, മറന്നുപോയോ? എല്ലാം വിശദീകരിച്ച് പറയണോ? മറ്റേ ഹോസ്റ്റലില്? വേണ്ട, മേരി വയ്ക്കോളൂ, ഞാൻ വിളിപ്പിക്കാം. ശരി സാർ. ഓഫീസിലും കൃഷി തുടങ്ങിയില്ലേ? ഇത് നാറ്റ കേസാ കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം. നീ പോയി രേവതി ചെന്ന് കണ്ടോ. എന്ത് പറയണം? എഴുത്തുവല്ലോ ഉണ്ടോ? ഞായറാഴ്ച ഒരു ഔട്ടിംഗ് പോരാൻ പറ്റുമെന്ന് ചോദിച്ചു. 5 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കൊണ്ടുവിടാം. കോളേജിൽ പോകണോ ഹോസ്റ്റലിൽ പോകണോ? ലഞ്ച് ടൈമിന് ഹോസ്റ്റലിൽ പോയാൽ മതി. ചെല്ലടാ. പെങ്ങളെ, രേവതി എന്ന കുട്ടി കോളേജിൽ പോയോ? മുറിയിലുണ്ടല്ലോ. പെങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഗോപാലകൃഷ്ണൻ.
ഓ നിങ്ങളാണല്ലേ ഗോപാലകൃഷ്ണൻ, ധാരാളം കേട്ടിട്ടുണ്ട്. കണ്ടതിലും വളരെ സന്തോഷം. പോട്ടെ. രേവതി, ഒന്ന് വേഗം വാ, സമയായി. ദാ വരുന്നു. ഞാനാ ഗോപാലകൃഷ്ണൻ. വിഷ്ണു സാർ പറഞ്ഞിട്ട് വന്നതാ. അയ്യോ ഈശ്വര, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ആകെ പ്രശ്നമായിരിക്കുക. എന്താ എന്താ പ്രശ്നം? എല്ലാം മാറ്റിനറിഞ്ഞു. വിഷ്ണുട്ടിന്റെ കത്തുകളൊക്കെ പിടിച്ചു. എല്ലാം ഡാഡിക്ക് അയച്ചു കൊടുക്കുന്നു പറഞ്ഞിരിക്കുക. സംഗതി പുലിവാലായോ? ഒരു കത്ത് വന്നാ പൊട്ടിച്ചിട്ടേ തരൂ, ഫോൺ വന്നാ തരില്ല, കാണാൻ ആള് വന്നാ അനുവദിക്കില്ല. കത്തിൽ പേര് വെക്കായിരുന്നു നന്നായി. കുറെ ചോദിച്ചെങ്കിലും വിഷ്ണുട്ടിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഡാഡി അറിഞ്ഞ എന്നെ കൊന്നു കളയും. അതിപ്പോ ഞാൻ സാറിനോട് രേവതി, ആരാ? ഞാനറിയില്ല. മാറ്റൻ ഇവിടെ ഉണ്ടോന്ന് ചോദിക്കായിരുന്നു. അയ്യോ ഞാനോ? അതെ, ഇതാണ് മാറ്റൻ. നിങ്ങൾക്കല്ലേ മാറ്റിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? പാടിപ്പോ. നിൽക്കവിടെ. നിങ്ങളാരാ? ഞാൻ ഗോപാലകൃഷ്ണൻ. എന്റെ പേര്. എന്ത് വേണം? അത് പിന്നെ സാറ് കുട്ടി ഇവിടെ വേക്കൻസി ഉണ്ടോ? എനിക്കൊരു സീറ്റ് വേണമായിരുന്നു. നിങ്ങൾക്കോ? അതെ. എന്റെ പെങ്ങളുണ്ട്, കോളേജ് പഠിച്ചോണ്ടിരിക്ക, ഒറ്റയ്ക്ക്. എന്താ പേര്? ഗോപാലകൃഷ്ണൻ. നിങ്ങളുടെ പേരല്ല, നിങ്ങളുടെ പെങ്ങളുടെ പേര്. മേരി. മേരിയോ? മേഴ്സി. മിസ്റ്റർ, നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത്? താൻ സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ തന്നെ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അല്ല സിസ്റ്റർ, സത്യമായിട്ട് ഞാൻ ഇവിടെ വാച്ച്മാൻ! വാച്ച്മാൻ! ഹായ് അങ്കിൾ. ഹായ് ജയ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അങ്കിൾ. പെൺകുട്ടികളുടെ വളർച്ച ദിവസം തോറുമാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ വളർച്ച നിമിഷം തോറുവാ. ഓരോ നിമിഷം കഴിയും തോറും നീ കൂടുതൽ സുന്ദരിയായിട്ട് വരിക. എന്താ ഇതിന്റെ ഒരു രഹസ്യം? ഈ അങ്കിൾ എപ്പോഴും എന്നെ കളിയാക്കും. അയ്യോ അല്ല, മേനകയെ കണ്ടപ്പോ വിശ്വാമിത്രന്റെ തപസ്സിളകി എന്ന് പറയുന്ന കഥ കള്ളക്കഥയൊന്നും അല്ല. അല്ലെങ്കിൽ വല്ല കല്ലോ മരമോ ഒക്കെ ആയിരിക്കണം. ഞാനൊന്നും അങ്ങനെ അല്ലല്ലോ, ചോരത്തിളപ്പുള്ള ഒരു യുവാവല്ലേ. മാത്രമല്ല അങ്കിൾ കാണാൻ നല്ല സുന്ദരനാണ്. ആണോ? ആ, ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. ഈ സൗന്ദര്യത്തിലൊന്നും ഒരർത്ഥമില്ല കുട്ടി. ഒരു 10 വർഷം കഴിയുമ്പോൾ എനിക്ക് 40 വയസ്സാകും, നിനക്ക് 25 വയസ്സാകും. എന്ന് വെച്ചാൽ ജീവിതത്തിലെ സുവർണ കാലം നമ്മളെ വിട്ടു പോകുന്നു എന്നർത്ഥം. അത് വെറുതെ പാഴാക്കി കളയണോ? ഞാൻ പാഴാക്കില്ല. അപ്പൊ പിന്നെ എന്നെ ഒറ്റപ്പെടുത്താണോ? ഇല്ല, അങ്കിളും കൂട്ടാം. പോട്ടെ അങ്കിൾ. അങ്ങനെ അങ്ങ് പോയാലോ? ജയ ഇതുവരെ എന്റെ വീട്ടിൽ വന്നിട്ടില്ലോ. വന്നാ ഒരു കാപ്പിയെ കുടിച്ചിട്ട് പോവാം. ഇന്നില്ല, ഇനി ഒരിക്കൽ വരാം. മതി, ധൃതിയില്ല. ഞാൻ ജയക്കൊരു സമ്മാനം തരുന്നുണ്ട്. എന്താ? ഒരു പച്ച മരതക കല്ല് വെച്ച സ്വർണ്ണ നെക്ലസ്. അയ്യോ, വീട്ടിലറിഞ്ഞ എന്നെ കൊന്നു കുഴിച്ചു മൂടും. അതിന് വീട്ടിൽ അറിയണ്ടെന്നേ, അല്ലെങ്കിൽ റോൾഡ് ഗോൾഡാന്ന് പറഞ്ഞാ മതി. എന്താ? ശരി, സാറേ. ഞാൻ പോട്ടെ അങ്കിൾ. ആ സാറേ. എടാ, എന്താടാ, എന്ത് പറ്റി? നല്ല പണിയാ കാണിച്ചത്. എന്നെ ചെകുത്താന്റെ മുന്നിൽ പറഞ്ഞു വിട്ടിട്ട് സാറ് ഇവിടെ വന്നെന്ന് സൊള്ള. ഞാൻ 3-3:30 മണി വരെ ഓഫീസിൽ കാത്തിരുന്നു. നീ എവിടെ പോയി കിടക്കായിരുന്നു? തടി കേടാവാതെ രക്ഷപ്പെട്ട എന്റെ അമ്മയുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ ആ പോലീസുകാരൻ നെഞ്ചത്തുകാരൻ ഇറങ്ങിയനെ. എല്ലാം കുളമാക്കിയോ? കുളം ആക്കിയതല്ല, ആയിപ്പോയി. ആ രേവതി പാവം 2 ദിവസം കൊണ്ട് ചടച്ചെല്ലും തോലും ആയിപ്പോയി. എല്ലാം വിസ്തരിച്ചു പറയാം. ബാ. യെസ്, വിമൻസ് ഹോസ്റ്റൽ. മേറ്റിനാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആരാണ്? രേവതിയുടെ ഫാദറാണ് ഗംഗാധരൻ നായർ. കൊച്ചിയിൽ നിന്ന് STD ആണ്. രേവതിയെ വിളിക്കണോ? വേണമെന്നില്ല. ഇപ്പൊ സ്റ്റഡി ടൈം അല്ലേ, അവള് പഠിക്കട്ടെ. ഞാൻ അവളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അവളെ നാട്ടിൽ പഠിക്കുന്നുണ്ടോ? പഠിക്കാൻ മോശമില്ല, പക്ഷെ ഈയിടെയായിട്ട് ചില അഫയേഴ്സ് ഒക്കെ ഉള്ളതായിട്ട് അറിഞ്ഞു. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെച്ചോ? കൊല്ലും ഞാൻ അവളെ. ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെട്ടു വരണോ? വേണ്ട, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറെ കത്തുകൾ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. വേണ്ട, എനിക്കൊന്നും കാണണ്ട. കണ്ടാൽ ആ ദേഷ്യത്തിന് ഞാൻ അവളെ 2 കഷണമാക്കും. അവളുടെ പഠിപ്പ് ഞാൻ അവസാനിപ്പിക്കും. അതൊക്കെ സിസ്റ്റർ തന്നെ എടുത്ത് നശിപ്പിച്ചേക്ക്. പിന്നെ
വരുന്ന കത്തുകളൊക്കെ സെൻസർ ചെയ്തിട്ട് കൊടുത്താൽ മതി. ശരി. വിസിറ്റേഴ്സിന് ആരെയും അനുവദിക്കണ്ട. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്റെ ഒരു കസിനുണ്ട്, അയാളെ അറിയിച്ചാ മതി. വിഷ്ണുനാരായണൻ എന്നാണ് പേര്, പ്ലാന്ററാണ്. ഓ, വിഷ്ണു താങ്കളുടെ കസിനാണോ? വിഷ്ണുവിനെ ഞാൻ അറിയും. ഈ ഹോസ്റ്റലിന്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം. ഓഹോ, എങ്കിൽ സിസ്റ്റർ ഒരു ഉപകാരം ചെയ്യണം. ഇപ്പോൾ തന്നെ വിഷ്ണുവിനെ വിളിച്ചൊന്ന് പറയണം, അവളെ ഒന്ന് ഉപദേശിക്കാൻ. പുറത്തു വിടണമെങ്കിൽ വിഷ്ണുവിന്റെ ഒപ്പം വിട്ടാൽ മതി. ഓക്കെ, STD ആണ്, നിർത്തട്ടെ. താങ്ക് യു സിസ്റ്റർ. കലക്കിട്ടോ, സമ്മതിച്ചിരിക്കുന്നു. ഈ മൂരാച്ചികളെയൊക്കെ വിറ്റ് കാശ് നമ്മുടെ കയ്യിലില്ലേ ഗോപാല? ഏറ്റാതെ ഇപ്പ വരും ഫോൺ കണ്ടോ? ഹലോ, വിഷ്ണു ഹിയർ. നമസ്കാരം സിസ്റ്റർ. ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വന്ന് കയറിയതേ ഉള്ളൂ. എന്താ വിശേഷിച്ച്? കൊച്ചിയിൽ നിന്ന് ഗംഗാധരനായിട്ട് വിളിച്ചിരുന്നു. അപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ കസിനാണെന്ന്. ഓഹോ, ഏട്ടൻ എന്താ വിശേഷിച്ച്? ഞങ്ങളുടെ ഒരു കുട്ടി അവിടെ ഉണ്ട്, രേവതി. അവളുടെ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. മിസ്റ്റർ വിഷ്ണുവിന് നാളൊന്നും ഇവിടെ വരെ വരാൻ അസൗകര്യം ഉണ്ടാവുമോ? നോക്കട്ടെ. നോക്കിയാ പോരാ, വരണം, അത്യാവശ്യമാണ്. ഓക്കെ സിസ്റ്റർ, നാളെ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഞാൻ അവിടെ വരാം. താങ്ക് യു. എപ്പടി ഗോപാലകൃഷ്ണ. ரொம்ப പ്രമാദം സർ. എത്രയാ മൊത്തം തന്നത്? 2000. ഇത് 1550 രൂപയുടെ റെസിറ്റ്, ബാലൻസ്. എന്റെ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട്. കോഴിക്കോട്ട് കയറിയ ഒരു നമ്പൂരി കുട്ടിയില്ലേ, ഇന്ദു, ആ കുട്ടി എല്ലാത്തിനും മിടിക്കുക, പഠിക്കാനും പാട്ടിനും ഡാൻസിനും ഒക്കെ. ഇത്തവണ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് വിടണമെന്ന് വെച്ചിരിക്കുക. എന്റെ കുട്ടികളെയൊക്കെ നന്നായിട്ട് നോക്കിക്കൊള്ളണം. കണക്കില്ലാത്ത പണമുള്ളത് കൊണ്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. പിന്നെ മനസ്സിന്റെ ഒരു തൃപ്തി. ഇവരൊക്കെ രക്ഷപ്പെട്ടാൽ ഓരോ കുടുംബമാണ് രക്ഷപ്പെടുന്നത്. നിങ്ങൾ ചെയ്യുന്ന പുണ്യത്തിന് ദൈവം നിങ്ങൾക്ക് തരും. തരുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വിഷ്ണു. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഇത് മിസ്റ്റർ വിഷ്ണു. ഹലോ. ഹലോ. മിസ്റ്റർ നായരെ അറിയില്ലേ? അറിയാം, പാരഗൺ ഹോട്ടലിന്റെ പ്രൊപ്പറേറ്റർ അല്ലേ? ഓ, അങ്ങനൊന്നുമില്ല, ചെറിയൊരു തൊഴിൽ. മിസ്റ്റർ നായർ എല്ലാവർക്കും ഒരു മാതൃകയാണ്. 10-12 പാവപ്പെട്ട കുട്ടികളെ മിസ്റ്റർ നായർ എല്ലാ ചെലവും കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ചാരിറ്റബിൾ ആയ പല സംഘടനയുടെയും പ്രധാനപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് കർത്താവ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആൾ. ഓ, എന്തിനാ സിസ്റ്റർ ഇങ്ങനെ മോസ്തുതി പറയുന്നത്? നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വിഷ്ണുവിനെ എനിക്ക് ശരിക്കറിയാം, എന്ന് വെച്ചാൽ A to Z. നമ്മുടെ ഹോസ്റ്റലിന്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറാണ്. വെരി ഗുഡ്. മിസ്റ്റർ വിഷ്ണുവിന്റെ ഒരു ബന്ധു ഇവിടെ പഠിക്കുന്നുണ്ട്, വൺ മിസ് രേവതി. രേവതി ഗംഗാരനാണല്ലേ? അതെ. എനിക്കറിയാം, അദ്ദേഹം വന്നാ നമ്മുടെ ഹോട്ടലിലാണ് താമസിക്കാറ്. നിങ്ങൾ സംസാരിച്ചേ, ഞാൻ പിന്നെ വരാം. ടേക്ക് ഇറ്റ് ഈസി മാൻ. ഞാൻ പോവാൻ. ചിറ്റപ്പം മോളെ കാണാൻ വന്നപ്പോ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കല്ലേ നല്ലത്, അല്ലേ സിസ്റ്റർ? ഞാൻ ഇറങ്ങട്ടെ. മിസ്റ്റർ വിഷ്ണു, ബെസ്റ്റ് ഓഫ് ലക്ക്. വരൂ. പിന്നെ ഞാൻ ഇന്നലെ ഗംഗാധരൻ ചേട്ടനെ വിളിച്ച് സംസാരിച്ചു. മൂപ്പരാകെ ചുണ്ടി പിടിച്ചിരിക്കുക. ഇരിക്കൂ. ചെറിയ പെൺകുട്ടികളാവുമ്പോ ചില ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതത്ര സില്ലിയല്ല മിസ്റ്റർ വിഷ്ണു. ആ കത്തുകളിൽ എന്തൊക്കെ വൃത്തിയിടകളാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. വായിച്ച നമ്മൾ ലജ്ജിച്ചു പോകും. ആരാണ് ഈ വിദ്വാൻ? അവനെ കിട്ടിയ ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുക്കാമായിരുന്നു. പേര് വെച്ചിട്ടില്ല, സ്വന്തം VN എന്നേ ഉള്ളൂ. VN. ചോദിച്ചിട്ട് ആ കുട്ടി ഒന്നും പറയുന്നുമില്ല. ആ കത്തുകൾ എന്നെ ഏൽപ്പിക്കുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല. ബന്ധുക്കൾ ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണമെന്ന് കരുതിയാണ് പിടിച്ചു വെച്ചത്. ഇനിയിപ്പോ വിഷ്ണുവിനെ തന്നെ ഏൽപ്പിക്കാം. ജസ്റ്റ് എ മിനിറ്റ്. മിസ്റ്റർ വിഷ്ണു, എനിക്ക് അവളോട് ചിലതൊക്കെ ചോദിച്ചറിയാനുണ്ട്. ഇന്നും നാളെയും ക്ലാസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. മൺഡേ കൊണ്ടുവന്ന് വിടാം.
ഗോപാല, എടാ ഗോപാല, എന്തോ? ഞാൻ ശരിക്കും പേടിച്ചു. ഇത് എവിടെ ആയിരുന്നു? സ്വർഗരാജ്യത്ത്. ഏത് നരയത്തിലായാലും ഒന്ന് പറഞ്ഞിട്ട് നോക്കൂടെ? എന്നിട്ട് വേണം നിനക്കൊരു കട്ടുറുമ്പായിട്ട് വരാൻ. എടാ ഗോപാല, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും. ആരായിരുന്നു കക്ഷി? നമ്മുടെ രേവതി. സംഭവം ഒന്ന് തെളിച്ചു പറയേ. തെളിച്ചു പറയാനൊന്നുമില്ല. സംഭവിക്കാനുണ്ടോ എല്ലാം സംഭവിച്ചു. എല്ലാം എല്ലാം. കാണാരെ ഇല്ല, ചെവിയിൽ വെച്ചിട്ടില്ല. പറഞ്ഞോളൂ. കേൾക്കാൻ പാടില്ലാത്തതൊന്നും നാട്ടുകാർ കേൾക്കണില്ല. നല്ല ക്ഷീണമുണ്ട്. ചൂടുവെള്ളം വേണം. വിസ്തരിച്ചൊന്ന് കുളിക്കണം. ഇന്നിനി ഒരു പരിപാടിയും ഇല്ല. നല്ല ഭക്ഷണവും കഴിച്ച് ഒരു ലാർജ് പഠിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാ. വേണ്ടല്ലേ? അപ്പോഴേ ഉറങ്ങണോ വേണ്ടെന്ന് പിന്നെ തീരുമാനിക്കാം. ഒരു കത്തുണ്ട്, അമ്മയുടെതാണെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട കുട്ടന്, നിന്നെ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു. സ്നേഹപൂർവ്വം, അമ്മ. അറസ്റ്റ് വാറന്റാണോ? ജാമ്യമില്ല വാറണ്ടാണ്. പെട്ടിയെടുത്ത് വയ്ക്ക്. നാട്ടിലേക്ക് ഉടനെ പോകണം. ആരാ ആരാ? എന്നെ മനസ്സിലായില്ലേ? നല്ല പിടി കിട്ടിയില്ല. ഞാനിവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. രാഗിണി. അപ്പോഴൊക്കെ നാണുനായർ എനിക്ക് ചോറ് വിളമ്പി തന്നിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി. ഇവിടെ വരുമ്പോഴൊക്കെ മുല്ലപ്പൂ ചൂടാറുണ്ടല്ലേ? അയ്യോ, കണ്ടപ്പോ മനസ്സിലാവാത്തതിൽ വിഷമമൊന്നും തോന്നണ്ട. ആവശ്യമില്ലാത്തൊന്നും നാട്ടുകാർ കാണാനും കേൾക്കാനും മെനക്കെടാറില്ല. ഇനിയിപ്പോ 2-3 ദിവസത്തേക്ക് സുഖ. എന്തും കാണാം, എന്തും കേൾക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാ. അപ്പോ ഈ പകൽ വെളിച്ചത്തിൽ ഇങ്ങോട്ട് പോകുന്നത് എന്താണാവോ? വിഷ്ണുവിനെ എനിക്കൊന്ന് അത്യാവശ്യമായി കാണണം. അയ്യോ, ഇന്നലെ വരായിരുന്നില്ലേ? മൂപ്പര് നാട്ടിലേക്ക് പോയി. അമ്മയുടെ കത്തുണ്ടായിരുന്നു. അമ്മ വലിയ പേടിയാ. എനിക്ക് ട്രാൻസ്ഫർ നാട്ടിലേക്ക്. മറ്റന്നാൾ അവിടെ ജോയിൻ ചെയ്യണം. അതിനു മുമ്പ് എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കണ്ടേ പറ്റൂ. ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി. വീട്ടിൽ പോകുമ്പോ എന്നോട് പറയാമെന്ന് പറഞ്ഞിരുന്നു. എന്റെ ഒരു ഫോട്ടോ വേണം, അമ്മയെ കാണിക്കണം, അനുവാദം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്റെ കുട്ടി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാ ഇതെന്റെ ചെവിന്ന് എടുപ്പിക്കണേ? ഗാന്ധാരിക്ക് വരം കിട്ടിയ പോലെയാ. 3-4 ദിവസത്തേക്ക് എന്തും കാണാം, എന്തും കേൾക്കാം. അത് നശിപ്പിക്കല്ലേ. സാറ് വന്നിട്ട് കാണേ, സംസാരിക്കേ, എന്ത് വേണേയാവാം. വെറുതെ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കണേ? ഇപ്പൊ പൊക്കോളൂ. എന്റെ ഗുരുവായൂരപ്പാ, എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം. വിഷ്ണു ഉറങ്ങാണെന്ന് തോന്നുന്നു. വിളിക്കാം. ആര് വന്നു പറയണോ? എന്റെ പേര് രാഗിണി എന്നാണ്. പറഞ്ഞ വിഷ്ണു അറിയും. കയറിയിരിക്കെ. വിഷ്ണുവിന്റെ ചേച്ചിയാണല്ലേ? അല്ല, ഭാര്യയാണ്. അല്ല, ഭാര്യയാണ്. കുട്ടേട്ടാ, 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 നേരെ എത്രയെന്നറിയാമോ? കുട്ടേട്ടാ, എന്തൊരു ഉറക്കായത്? എങ്ങനെയുണ്ടോ? എന്തായി കാണിക്കുന്നത്? മനുഷ്യല്ലാത്ത സമയം ഉണ്ടാക്കി വരുമ്പോ അവളൊരു വഴിപാടും പൂജയും നോയമ്പും. നിന്റെ നോയമ്പ് നീ നോക്കും. നാണമില്ലല്ലോ. ശൃംഗരിക്കാൻ കണ്ടൊരു പ്രായം. ദേ, കാണാനൊരാള് വന്നിട്ടുണ്ട്. പോയി പണി നോക്കാൻ പറ. 3-4 ദിവസം സ്വസ്ഥമായിട്ട് ഭാര്യയുടെ കൂടെ കഴിയാന്ന് വെച്ചപ്പോ ഇവിടെയും വരും ശല്യങ്ങൾ. എന്റെ സീതയെ നീ എന്തിനാ ഞാനിവിടെ ഉണ്ടെന്ന് പറയാൻ പോയത്? ഒരു പെൺകുട്ടിയാ. ഏത് പെൺകുട്ടി? രാഗിണി എന്നാ പറഞ്ഞേ.
രാഗിണിയോ? ആ ഏത് രാഗിണി? ജോലി അല്ലെങ്കിൽ സംഭാവന ആയിരിക്കും. ഈ നശൂലങ്ങൾക്ക് ഓഫീസിൽ വന്നാ പോരെ, വീട്ടിൽ വന്ന് സ്വൈര്യം കെടുത്തണോ? നാശം. എന്തെങ്കിലും അത്യാവശ്യം കാണും, ഒന്ന് പോയി നോക്കുന്നേ. ആ, നീ ഇപ്പൊ ഒരു കാപ്പി എടുത്തുണ്ടോ? ഉം. ഈശ്വര, പരീക്ഷിക്കരുതേ. എടാ ഗോപാല, ആ സാധനം എങ്ങോട്ട് പോയി? സാധനോ? നീ കണ്ടില്ലേ? ആ പണ്ടാർ ഇവിടെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഏത് പണ്ടാരം? ഓ അത് ശരി, കണ്ണേ കരളേന്നൊക്കെ പറയുന്നതിന്റെ പര്യായാണോ പണ്ടാ? എനിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് തമാശ. ദാ, വല്ല പ്രശ്നം ഉണ്ടാകണേ തടുത്തോണേ. നിനക്ക് ഞാൻ പുതിയൊരു ഷർട്ടും പാന്റും വാങ്ങിച്ചു തരാം. വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. ആ, കുട്ടേട്ടാ, കുട്ടേട്ടാ, ആ കുട്ടി പോയോ? ഏത് കുട്ടി? നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും സീതേ. ഇവിടെ വന്ന് നോക്കിയപ്പോ ഒരു കുട്ടിയുമില്ല, ചട്ടിയുമില്ല. ആ കുട്ടി ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ അകത്തേക്ക് വന്നത്. രാഗിണി എന്ന് പറഞ്ഞ കുട്ടേട്ടനെ അറിയുന്നു. ഞാനും അറിയാലോ. കൊള്ളാം. വെളുത്തിട്ട് കാണാൻ നല്ല തറവാടിത്തുള്ള കുട്ടിയാ. 10-22 വയസ്സേ ഉള്ളൂ. നീ അറിയോടാ? ഏയ് വല്ല കള്ളികളും ആയിരിക്കും. ഇപ്പൊ പല വേഷത്തിലും പേരിലും നല്ല തറവാടുത്തുള്ള കള്ളികൾ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മറ്റേ ആ തമിഴന്റെ വീട്ടില് ഇതേപോലെ തറവാടുത്തുള്ള ഒരു സ്ത്രീ പേരും നാളും ഒക്കെ പറഞ്ഞു വന്നതാ. കുറച്ച് കഴിഞ്ഞപ്പോ ടി വി ഇല്ല, ടേപ്പ് റെക്കോർഡറും ഇല്ല. കയ്യിൽ ഒതുങ്ങിയതൊക്കെ അടിച്ചോണ്ട് പോയി. ഇക്കാലത്ത് സ്വന്തം ആൾക്കാരെ പോലും വിശ്വസിക്കരുത് ചേച്ചി, അല്ലേ സാറേ? അതെ അതെ അതെ. ആ. നീ പോയി സാധനങ്ങൾ വല്ലതും പോയിട്ടുണ്ടോ നോക്ക്. ചെല്ല്. എന്റെ ഈശ്വര, ചതി പറ്റിയോ? എടാ, നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? സത്യം മാത്രം പറഞ്ഞ് ശീലിച്ചിരുന്ന എന്നെ ഈ പരുവത്തിലാക്കിയ മറ്റാരുമല്ല, സാറ് തന്നെയാ. അപ്പൊ എന്റെ പാന്റിന്റെ ഷർട്ടിന്റെ കാര്യം മറക്കരുതേ. പോയി വണ്ടി കേടാ. ആ ടീച്ചറെ സൂക്ഷിച്ചോ, പെണ്ണറിഞ്ഞ മൂർഖം പാമ്പ. എപ്പോഴും ചേച്ചിക്ക് ഈ ഗോപാലൻ ഉണ്ടാവില്ല. അവൾ ഇത് 1ാം ക്ലാസ് ഒന്നും അല്ല, ഇതിനു മുമ്പ് പല ക്ലാസ്സുകളിലും പഠിപ്പിച്ചിട്ടുള്ളതാ. നീ പോയി വണ്ടി കേട്. ചെല്ല്. അപ്പുറത്ത് പോയിരിക്കുന്നേ. അമ്മ ഉണ്ട് എന്നെ ചീത്ത പറയാ. ഏതു നേരവും കൂടെ കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞു. കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ ഒന്നും അല്ല ഞാൻ നടക്കുന്നത്, എന്റെ ഭാര്യയുടെ പിന്നാലെ അല്ലേ. അത് തെറ്റാന്ന് ഏതമ്മ പറഞ്ഞാലും ഞാൻ സമ്മതിക്കാൻ പോണില്ല. പിന്നെ ആര് പറഞ്ഞാലാടാ നീ സമ്മതിക്കുക? ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്നേഹിക്കും, പക്ഷേ ഇതൊക്കെ ഒരുതരം അഭിനയ. നീ സിഗരറ്റ് വലി തുടങ്ങി അല്ലേടാ? ഞാനോ? എന്റെ സീത, നീയാണോ അമ്മയുടെ നീ നുണയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അവളൊന്നും എന്നോട് പറഞ്ഞില്ല. എന്നാൽ ആ കള്ളനായിരിക്കും കോവാലൻ. എന്റെ അമ്മ അവൻ പറയുന്നത് മുഴുവൻ നുണയാ. ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഈ സിഗരറ്റ് നിന്റെ ഉടുപ്പിന്റെ പാക്കറ്റിൽ എങ്ങനെ വന്നു? അതൊരു ശീലമൊന്നും അല്ലമ്മേ, ഒരു രസത്തിന് വല്ലപ്പോഴും. അവിടെ എന്ത് തണുപ്പാണെന്നറിയോ? അയ്യോ, ഒരു ന്യായവും പറയണ്ട. എടാ, നിന്റെ അച്ഛന് ഒരു പൊടിവലി, സിഗരറ്റ് വലി, കള്ളുകൂടി ഇങ്ങനെ ഒരു ദുസ്സവം ഉണ്ടായിരുന്നില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? ഈശ്വരൻ ആയുസ് തന്നില്ല. അത് നിന്റെ ഭാഗ്യദോഷം. ആ അച്ഛന്റെ മോന സിഗരറ്റ് വലിക്കുന്നത്. ഇനി എന്തൊക്കെ ദുസ്വഭാവമാടാ നീ പഠിച്ചു വെച്ചിരിക്കുന്നേ? അമ്മേ, ഒരു ദുസ്വഭാവവും ഞാൻ പഠിച്ചിട്ടില്ല. അമ്മയ്ക്ക് സംശയം ഉണ്ട്, ആ ഗോപാലിനെ വിളിച്ച് ചോദിച്ചു നോക്ക്. ചോദിക്കണം. വെറുതെ അല്ല നിന്റെ ഡ്രൈവറായിട്ട് ഞാൻ അവനെ തന്നെ അയച്ചത്. നീ അവിടെ എന്ത് ചെയ്താലും ഞാൻ ഇവിടെ അറിയും. വിശ്വസ്തനാവൻ.